സാമ്പത്തിക കേസുകളിൽ ഉൾപ്പെട്ട ഖത്തർ ജയിലിൽ കഴിയുന്ന 200ഓളം മലയാളികളെ രക്ഷിക്കാനായി ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ഒരുക്കുന്ന രക്ഷാ ബാക്ക് ടു ലൈഫ് ധനസമാഹരണ പദ്ധതിക്ക് തുടക്കമായി. കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ രക്ഷാ ബാക്ക് ടു ലൈഫ് ആപ്പ് ലോഞ്ച് ചെയ്തു. ഖത്തർ ജയിലിൽ കഴിയുന്നവരുടെ കടബാധ്യത തീർക്കാനാണ് ക്രൗഡ് ഫണ്ട് സമാഹരിക്കുന്നത്. ഇതിനായി ഏർപ്പെടുത്തിയ രക്ഷാ ബാക്ക് ടു ലൈഫ് എന്ന പേരിൽ ആപ്പ് നിലവിൽ വന്നു. ഇതിന്റെ ചുവട് വെച്ചാണ് കോഴിക്കോട് ബീച്ചിൽ സംഗമം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും സഹായം അനിവാര്യമെന്ന് തങ്ങൾ പറഞ്ഞു. ചെക്ക് കേസാകുമ്പോൾ ആ പൈസ അടക്കുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം എന്നുള്ളത്, അല്ലാതെ മറ്റ് ഇടപെടലുകളൊന്നും അവിടെ നടക്കുകയില്ല. അപ്പോൾ ധാരാളമതികളുടെ സഹായ സഹകരണങ്ങൾ ഇതിനാവശ്യമാണ്. അപ്പോൾ അതിന് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. MK രാഘവൻ MP ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA രക്ഷാ ബാക്ക് ടു ലൈഫ് ആപ്പ് ലോഞ്ചിംഗ് നിർവഹിച്ചു. രക്ഷാ ബാക്ക് ടു ലൈഫ് ചെയർമാൻ PM നിയാസ്, ജനറൽ കൺവീനർ RJ സജിത്ത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, KP ബാബു കരിപ്പാല, കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ, റാഫി P ദേവസി, റീജ ഗുപ്ത തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.